രോഗി യേശുവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞ ഉത്തരം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. നല്ല മനസ്സുള്ളവരായിട്ട് മാറുക. ഇങ്ങനെ നിരവധി പേര് നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ നല്ല മനസ്സോടുകൂടി നന്മകൾ ചെയ്യാൻ മനസ്സുണ്ടാകട്ടെ. കുറേയേറെ ചീത്ത പറഞ്ഞ്, കുറേയേറെ പെറുപെറുത്ത്, കുറേയേറെ അവർ ചീത്ത വിളിച്ചുകൊണ്ട് നമ്മൾ അവരെ സഹായിച്ചിട്ട് കാര്യമില്ല. നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത്. ആര് നമ്മുടെ മുമ്പിൽ കൈനീട്ടിയാലും ഇതുപോലെ ഈ കുഷ്ഠരോഗി കൈനീട്ടിയതുപോലെ നിരവധി പേര് നമ്മുടെ മുമ്പിൽ കൈനീട്ടും ഓരോ ദിവസവും. ആ കൈനീട്ടുന്ന സമയത്ത് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് നല്ലത് വരട്ടെ, ഒന്ന് അനുഗ്രഹിക്കാൻ, അതുപോലെ അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ അപ്പോഴേക്കും പെരുവെറുപ്പ് തുടങ്ങി എന്തോരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൂട്ടും. എൻ്റെ ജോലി ഇപ്പോൾ തന്നെ കഴിഞ്ഞുള്ളൂ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയാത്ത കാര്യങ്ങളിൽ അതിനുശേഷം അത് ചെയ്തു കൊടുക്കുകയും ചെയ്യൂട്ടോ. ഇതൊക്കെ എന്തിനാ പറയേണ്ടത്? മനസ്സുണ്ടോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ദൈവം ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ ഉത്തരവാണ് നമുക്ക് കൊടുക്കേണ്ടത്. എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിനക്ക് ചെയ്തു തരാം, നിനക്ക് നല്ലത് വരട്ടെ. അങ്ങനെ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യാൻ, നല്ല മനസ്സോടുകൂടി ആ മനുഷ്യനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ.